ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. കൊച്ചി പുറംകടലിൽ കപ്പൽ മുങ്ങിയതിൽ പോലീസ് കേസെടുത്തിരിക്കുന്നു. ഫോർട്ട് കൊച്ചി പോലീസാണ് കേസെടുത്തത്. കപ്പലുടമ, കപ്പലിലെ ക്രൂ എന്നിവരാണ് പ്രതികൾ. KR സാജു ചേരുന്നുണ്ട്. സാജു, വലിയ വിവാദമുണ്ടാക്കിയിരുന്നു. പ്രതിപക്ഷം ഇതിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധമുയർത്തിയിരുന്നു. എന്തുകൊണ്ട് കപ്പലിനെതിരെ പരാതിയില്ല സർക്കാരിനെന്നുള്ള രീതിയിൽ ഇപ്പോൾ ഫോർട്ട് കൊച്ചി പോലീസ് കേസെടുത്തിരിക്കുന്നു. സ്വമേധയാണോ, പരാതിയുണ്ടോ? വിവരങ്ങൾ. 21 മിനിറ്റ് മുമ്പാണ് സംസ്ഥാന പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷനിലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. FIR നമ്പർ 0014, അതായത് 14 നമ്പർ FIR ആയിട്ട് എറണാകുളം ജില്ലാ പോലീസ് മേധാവിക്ക് കീഴിൽ ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലാണ് ഈ FIR ഇട്ടിരിക്കുന്നത്. 3 പേരെയാണ് കണ്ടാലറിയാവുന്ന കുറ്റവാളികൾ പ്രതികൾ ആക്കിയിരിക്കുന്നത്. ഒന്ന് MSC എൽസ 3 കപ്പലിന്റെ ഉടമയാണ്. മറ്റൊന്ന് MSC എൽസ 3 ഷിപ്പിന്റെ മാസ്റ്ററാണ്. മൂന്നാമത് MSC എൽസ 3 ഷിപ്പിംഗ് ക്രൂ ആൻഡ് അതേഴ്സ് എന്നിങ്ങനെയാണ് ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. FIR-ൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. പരാതിക്കാരന്റെ മേൽവിലാസം തെക്കുമുറി നീർക്കുന്ന മത്സ്യഗ്രാമ മെമ്പർഷിപ്പ് നമ്പർ എന്ന് പറഞ്ഞാണ് ആ പരാതിക്കാരൻ ആലപ്പുഴ ജില്ലയിലെ തെക്കുമുറി നീർക്കുന്നു മത്സ്യഗ്രാമം എന്ന അഡ്രസ്സിലാണ് ഇപ്പോൾ FIR പരാതിക്കാരൻ C ഷാംജി എന്ന പേരിലാണ് ഈ പരാതി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം MSC എൽസ 3 എന്ന ചരക്ക് കപ്പലിലുള്ള കണ്ടെയ്നറുകളിൽ എളുപ്പത്തിൽ തീപിടിക്കാൻ സാധ്യതയുള്ള ചരക്കുകളും സ്ഫോടക വസ്തുക്കളും ഉണ്ടെന്ന അറിവ് നിലനിൽക്കെ പ്രതികൾ മനുഷ്യജീവനും സ്വത്തിനും അപകടമുണ്ടാക്കും വിധം അപാകമായും ഉദാസീനതയോടുകൂടി MSC എൽസ 3 എന്ന ചരക്ക് കപ്പൽ കൈകാര്യം ചെയ്ത വഴി കപ്പൽ സഞ്ചാരമാർഗം 24/5/2025 ആലപ്പുഴ തോട്ടപ്പള്ളിക്ക് പടിഞ്ഞാറ് വശം കടലിൽ മുങ്ങിത്താഴാൻ ഇടയാക്കി. അപകടത്തെ തുടർന്ന് കപ്പലിലുണ്ടായിരുന്ന കണ്ടെയ്നറുകളിൽ നിന്നും വിനാശകരമായ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ പുറന്തള്ളപ്പെട്ടത് മൂലം പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയും കൂടാതെ പരമ്പരാഗത മത്സ്യബന്ധന മേഖലയെ പ്രതികൂലമായി ബാധിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടാകാനും കപ്പൽ ഇതിൽ നിന്നും കൂടുതൽ കടലിൽ പതിച്ച കണ്ടെയ്നറുകൾ മൂലവും കപ്പൽ ചാലിലും മറ്റ് സമീപ പ്രദേശങ്ങളിലും സഞ്ചാരം നടത്തുന്ന യാനങ്ങളുടെ പൊതുസഞ്ചാര മാർഗയ്ക്ക് തടസ്സമുണ്ടാക്കി എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കപ്പൽ കമ്പനിക്കെതിരെ, കപ്പൽ ഉടമയ്ക്കെതിരെ, കപ്പലിലെ ക്രൂവിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. നമുക്കറിയാം, കമ്പനിക്കെതിരെ കേസെടുക്കേണ്ട എന്ന നിലപാടിൽ വിമർശനം ഉയരുന്നതിനിടെയാണ് അദാനിയുടെയൊക്കെ പങ്കാളിത്തം വ്യക്തമാകുന്ന ഒരു റിപ്പോർട്ട് സാഹചര്യം കൂടിയുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അതിലൊരു സമ്മർദ്ദമുണ്ടോ? തീർച്ചയായും കേസെടുത്തിരിക്കുന്ന സമയം പോലും വളരെയാണ്. ഇന്ന് രാവിലെയാണ് അദാനിക്കും ഈ കപ്പൽ കമ്പനിയുമായുള്ള പങ്കാളിത്തം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നത്. ഇതാണ് സർക്കാരിനെ സംബന്ധിച്ചുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്ന രീതിയിലുള്ള വലിയ ആരോപണങ്ങൾ ഉയർന്നു വന്നു. ആരോപണങ്ങൾ വന്നതിന് ശേഷം ഇന്ന് 1:45 ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഫോർട്ട് കൊച്ചിയിലെ പോലീസ് സ്റ്റേഷനിൽ എന്നതാണ് ഈ FIR-ൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതായത് വിമർശനങ്ങൾ വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. നേരത്തെ അതിന് തയ്യാറായിരുന്നില്ല സർക്കാർ എന്നുള്ളതാണ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വന്നിരുന്നു. സർക്കാരിന്റെ ചീഫ് സെക്രട്ടറി നേരത്തെ DG ഷിപ്പിംഗും മുഖ്യമന്ത്രിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തയ്യാറാക്കിയ നോട്ട് നമ്മൾ പുറത്തുവിട്ടിരുന്നതാണ്. ആ നോട്ടിൽ തൽക്കാലം കേസെടുക്കേണ്ടതില്ല, അതിർത്തിപ്പെട്ട് കേസെടുക്കേണ്ടതില്ല, നഷ്ടപരിഹാരം വാങ്ങിയെടുക്കുക എന്നതിനായിരിക്കണം പ്രഥമ പരിഗണന എന്ന നിലയിലാണ് മുന്നോട്ട് പോയത്. പക്ഷേ ഇപ്പോൾ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഫോർട്ട് കൊച്ചിയിലെ മറൈൻ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നതാണ് സുപ്രധാനമായ വിവരം. അതായത് മത്സ്യത്തൊഴിലാളികളുടെ സംഘത്തിനെ പ്രതിനിധീകരിക്കുന്ന ഷാജി എന്ന ആൾ നൽകിയ, ആലപ്പുഴ സ്വദേശിയായ ആൾ നൽകിയ പരാതിയെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സാജു, വിഴിഞ്ഞം തുറമുഖത്തിന് വളരെ വേണ്ടപ്പെട്ട കമ്പനിയാണ്. അതുകൊണ്ടാണ് MSCക്കെതിരെ ക്രിമിനൽ നടപടി വേണ്ടെന്ന് വെച്ച വിമർശനം പോലും നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് ഏത് തരത്തിലായിരിക്കും ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെടുത്തി, ഇല്ലെങ്കിൽ എത്തരത്തിലുള്ള ഒരു വിവാദത്തിലേക്ക് ഇത് കടക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്? ഇത് വിവാദത്തിലേക്ക് കടക്കാൻ, നിലവിലാണ് വിവാദത്തിലേക്ക് കടന്നിരുന്നത്. കാരണം നേരത്തെ തന്നെ കേസെടുക്കാൻ കഴിയുമായിരുന്നു. കേസെടുക്കാത്ത നടപടിക്കെതിരെ പ്രതിപക്ഷം പ്രക്ഷോഭവുമായി മറ്റും രംഗത്ത് വന്ന സാഹചര്യം കൂടി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോഴായിരുന്നു MSC കമ്പനിയും വിഴിഞ്ഞത്തെ പോർട്ടിന്റെ നടത്തിപ്പുകാരായ അദാനി ഗ്രൂപ്പും തമ്മിലുള്ള ബന്ധങ്ങൾ പുറത്തു വന്നത്. അതുകൂടി പുറത്തു വന്നതോടുകൂടി സംസ്ഥാന സർക്കാർ രാഷ്ട്രീയമായി കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോയി. കേസെടുക്കാത്തത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സഹായിക്കലാണ് MSC കമ്പനിയെ
സഹായിക്കലാണ്, ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷം അതിശക്തമായി ഉയർത്തിക്കൊണ്ടുവന്ന പശ്ചാത്തലമുണ്ടായി. ഇതിനു പിന്നാലെയാണ് മെയ് 25 നടന്ന അപകടത്തിന് ഇന്ന് ജൂൺ 11 കേസെടുത്തിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിലുള്ള സർക്കാരിന്റെ ന്യായീകരണം എന്തായിരുന്നു? അതായത് നിയമപരമായിട്ടുള്ള നൂലാമാലകൾ, അതിനപ്പുറത്തേക്ക് നഷ്ടപരിഹാരമാണ് ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സർക്കാർ ഇതിനെ ന്യായീകരിച്ചതെന്ന് തോന്നുന്നു. പക്ഷേ ആ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ. ഇനി എങ്ങനെയായിരിക്കും സർക്കാർ ഈ കാര്യത്തിൽ വിശദീകരണം നടത്തുക? സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള ഔദ്യോഗികമായ വിശദീകരണം ഇതുവരെയും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം ഈ കേസെടുക്കാത്ത സംബന്ധിച്ച വിമർശനങ്ങൾ ഉയർന്നതിന് ശേഷം മുഖ്യമന്ത്രിയുടെയോ മറ്റോ വാർത്താ സമ്മേളനങ്ങൾ ഉണ്ടായിട്ടില്ല. അത്തരം വാർത്താ സമ്മേളനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സംബന്ധിച്ച സർക്കാർ വിശദീകരണത്തിൽ കൂടുതൽ വ്യക്തത വരാൻ കഴിയുള്ളൂ. നേരത്തെ ധന്യ സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ എടുത്തിരുന്ന നിലപാട് എന്ന് പറഞ്ഞാൽ നിയമ പോരാട്ടത്തിന്റെ വഴികളിലേക്ക് അവർക്ക് കമ്പനിയെ കൊണ്ടുപോകാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അതിന്റെ കാരണമായി ചീഫ് സെക്രട്ടറിയുടേതായി തന്നെ പുറത്തു വന്ന നോട്ടിൽ പറഞ്ഞിരുന്നത് വിഴിഞ്ഞത്തെ പ്രധാന ഇടപാടുകാരാണ് MSC എൽസാട്രി കമ്പനി എന്നുള്ളതായിരുന്നു. അത്തരം ഒരു കമ്പനിയുമായി നിയമ പോരാട്ടത്തിന് സർക്കാരിന് താല്പര്യമുണ്ടായിരുന്നില്ല. പകരം നഷ്ടപരിഹാരം ഇൻഷുറൻസ് കമ്പനി മുഖേന നേടിയെടുക്കുക എന്നതിന് മാത്രമായിരുന്നു